ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോക്ക് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. ഇന്ന് ആ പ്രശ്നം പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത്. ഒടവാഴക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് തന്നെ ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ഒരു 10 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത തന്നെയാണ് എടുത്തത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്. ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല. ഇത് തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ നെറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒരു 6 ദിവസം ഇതിന് വെയിൽ കൊള്ളിക്കണം. പിന്നെ ഇപ്പോഴത്തെ നല്ല വെയിലായതുകൊണ്ട് 6 ദിവസമൊന്നും വേണ്ടി വരില്ല. ഇതാ ഒരു ദിവസം എടുത്തിട്ട് അത് ഞാൻ വൈകുന്നേരം എടുത്ത് ഉള്ളിൽ വെച്ചിട്ടുണ്ട്, വീടിൻ്റെ ഉള്ളിൽ. കാരണം എന്ന് വെച്ചാൽ പഴമല്ലേ, എലിയോ എന്തേലും ഇതാക്കൂലേ. അപ്പോൾ ഇത് നല്ലോണം സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അങ്ങനെ ഞാൻ അത് പിറ്റേന്ന് രാവിലെ 2ാമത്തെ ദിവസം അതിൻ്റെ നടുവിലേ കൂടിയിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കീറിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പഴവും ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം. അങ്ങനെ ഞാൻ 3 ദിവസം നല്ല ചൂടും നല്ല വെയിലും ആയതുകൊണ്ട് 3 ദിവസം വെയിൽ കൊള്ളിക്കുമ്പം തന്നെ അത് നല്ല പോലെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയൊരു മിനുക്ക് പണി കൂടിയുണ്ട്, അതും കൂടി ചെയ്യണം. അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്കായും ഒരു 10-15 കുരുമുളക് ചതച്ചതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല നൂൽ പരുവാകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, പഞ്ചസാര ലായനിയാക്കിയിട്ട്. എന്നിട്ട് ഈ പഴമൊക്കെ അതിലേക്കൊന്ന് മുക്കിയെടുക്കുക എല്ലായിടത്തും. അങ്ങനെ എല്ലാതും ആക്കിയതിന് ശേഷം വീണ്ടും 2 ദിവസം കൂടി ഇതിന് വെയിൽ കൊള്ളിക്കണം. നല്ല വെയിലത്ത് ഇത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുത്തിട്ട് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ 1 വർഷം വരെ കേടുകൂടാണ്ട് നിൽക്കും എന്നാണ് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ കൊതിയായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റംസാണ്. ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മാങ്ങാത്തരയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൻ്റെ അടുത്തായിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റും വരുന്നത്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ഒപ്പിക്കാം ഒരുവിധം. എരിവും മധുരവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെയുള്ള മാങ്ങാത്തരി ഉണ്ടാകലേ, അതേപോലെ തന്നെയാണ് ഈ പഴത്തിൻ്റെ ടേസ്റ്റ്, ഒടവാഴക്കൻ്റെ ടേസ്റ്റും. പിന്നെ പണ്ട് കാലത്ത് ഹജ്ജിന് പോകുന്നവർ പായക്കപ്പലിൽ കുറേ മാസങ്ങളോളം എടുത്തിട്ടാണല്ലോ ഹജ്ജിന് എത്താറ്. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലെ ഉണ്ടാക്കി കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്ന കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.